ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യ ബ്രിട്ടീഷ് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, അത് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഗവർണർ ജനറൽമാർ, അതുമായി ബന്ധപ്പെട്ട വർഷം, PSC ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളൊരു ഏരിയയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ നമുക്ക് നോക്കാം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് അല്ലെ പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതാരാണ്? റോബർട്ട് ക്ലൈവ് ആണല്ലോ. വർഷം 1757. പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട വർഷത്തെയാണ് 1757. അടുത്തത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ആരാണ് അതിൻ്റെ ആൾ? കോൺവാലിസ് പ്രഭുവാണ്. വർഷം 1793 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ. അത് നടത്തിയതാരാണ്? വെല്ലസി പ്രഭുവാണ്. 1798 വെല്ലസി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതേപോലെ ഇതൊക്കെ പ്രീവിയസ് ചോദ്യം തന്നെയാണ്. അടുത്തതും പ്രീവിയസ് ചോദ്യമാണ്. സതി നിർമ്മാർജ്ജനം ചെയ്യല്ലേ, നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ആചാരമാണത്, ദുരാചാരമാണ് സതി എന്ന് പറയുക. അപ്പോൾ സതി നിർമ്മാർജ്ജനം ചെയ്താരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. 1829 സതി എന്ന ആ അനാചാരം നിർമ്മാർജ്ജനം ചെയ്തത്. അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ കാലത്ത് ആരാണത്? ആ സമയത്ത് നേതൃത്വം നൽകിയത് കാനിങ് പ്രഭുവാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന സംഭവം നമ്മൾ ആചരിക്കുന്ന അതിന് നേതൃത്വം നൽകിയത്. അടുത്തത് പ്രാദേശിക പത്രഭാഷാ നിയമം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലിട്ടൺ പ്രഭുവാണ്. 1878. അടുത്തത് ആദ്യത്തെ ഔദ്യോഗിക സെൻസസ്. റിപ്പൺ പ്രഭുവാണ്. 1881. കഴിഞ്ഞ HSCയിൽ ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതാണ്? 1881. അടുത്തത് തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു നടപ്പിലാക്കിയ വർഷം 1882. ബംഗാൾ വിഭജനം ഒരുപാട് തവണ വർഷം ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 നടപ്പിലാക്കിയതാരാണ്? കഴ്സൺ പ്രഭുവാണ്. അതേപോലെ മിൻറ്റോ മോർലി പരിഷ്കാരം ആരാണ്? മിൻറ്റോ പ്രഭുവാണ്. 1909. ഇനി ഇതേപോലെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത്. PYQ ആണ്. അടുത്തത് റൗലറ്റ് നിയമം ആരാണ്? ജെയിംസ് ബോർഡാണ്. 1919 റൗലറ്റ് ആക്ടിൻ്റെ വർഷമെന്ന് പറയുക. അടുത്തത് മൊണ്ടേഗു ജെയിംസ് ബോർഡ് ഭരണ പരിഷ്കാരങ്ങൾ. ജെയിംസ് ബോർഡാണ്. 1919 തന്നെയാണ്. 1919. അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ആ സമയത്ത് ആരായിരുന്നു? ആ സമയത്തും ജെയിംസ് ബോർഡ് തന്നെയാണ്. വർഷം 19. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം. ജെയിംസ് ബോർഡ് തന്നെയാണ്. 1920. അടുത്തത് സൈമൺ കമ്മീഷൻ സമയത്ത് ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. 1928 വർഷം. പൂർണ്ണ സ്വരാജ് അത് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലൊക്കെ ചോദിക്കും. ലാഹോറിലെ. ഇതിൻ്റെ ആരാണ്? ഇർവിൻ പ്രഭുവാണ്. 1929 PYQ ആണ്. അടുത്തത് സിവിൽ നിയമലംഘന 1930 ഇർവിൻ പ്രഭുവാണ്. സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ടതാരാണ്? ഇർവിൻ പ്രഭു. അടുത്തത് ഗാന്ധി ഇർവിൻ പാക്ട് ഉടമ്പടി 1931 അതും ഇർവിൻ പ്രഭുവാണ്. അടുത്തത് പൂന ഉടമ്പടി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1932. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ എടുത്ത ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അതിൻ്റെ ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാലത്താണ്. വെല്ലിംഗ്ടൺ പ്രഭു. അടുത്തത് ക്രിപ്സ് മിഷൻ ലിൻലിത്ഗോ പ്രഭുവാണ്. 1942. ക്വിറ്റ് ഇന്ത്യ സമരവും 1942 അതുമാതിരി തന്നെയാണ്. ലിൻലിത്ഗോ പ്രഭുവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ PYQ ആണ്. അതേപോലെ നോക്കി ക്യാബിനറ്റ് മിഷൻ വേബൽ പ്രഭുവാണ്. 1946. നമുക്ക് ഏറ്റവും അവസാനത്തെ നിയമം ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. അത് നമുക്ക് നടപ്പിലാക്കിയാരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. 1947. അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 1700 വന്നത് മുതലുള്ള നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതുമുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റും അത് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഗവർണർ ജനറൽമാരൊക്കെ ഇവരാണ്. ഇതിൻ്റെ വർഷവും ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ഇഷ്ടമാകേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.